ഹലോ ഗൈസ്, ഇപ്പം സമയം രാത്രി 11:55. ഈ പാതിരാക്ക് അനാഥപ്രേതങ്ങളെ പോലെ ഇതുങ്ങളെല്ലാം എങ്ങോട്ടാണ് നിന്നല്ലേ ഒരു പിറന്നാൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഗൈസ്. പിറന്നാൾ കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാട്ടാ. ഞാനീ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഗിഫ്റ്റ് ആക്ച്വലി എൻ്റെ ഗിഫ്റ്റ് അല്ല, അത് ഭർത്താവിന് വേണ്ടി അയച്ച ഗിഫ്റ്റാ. എൻ്റെ കൈ സൂക്ഷിക്കാൻ നിന്നതാ. അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആവശ്യത്തിലേറെ ഉണ്ടാക്കി ഞാൻ അടുത്തി. പണി പാളി ഗൈസ്. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ എത്തിയപ്പോൾ വാതിൽ ആരോ കുറ്റിയിട്ടിരിക്കുന്നു. വേറെന്ത് വേണം, ഒരുപാട് കാത്തു നിന്ന് കേക്കടക്കലിഞ്ഞു പോകാൻ 12 മണിയാൻ ഇനി അത്ര സമയമില്ല. എന്നാൽ പോലും വാതിൽ അടിച്ച ആൾ തന്നെ വന്ന് വാതിൽ തുറന്നു. സംഭവം മൂപ്പർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം, ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ മെല്ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നുഴഞ്ഞകത്ത് കയറി. എന്നിട്ടോ അടുത്ത വാതിൽ തുറക്കണ്ടേ? എന്താ പത്മനാഭി സ്വാമി ക്ഷേത്രം, ഓരോന്നോരോന്നായി തുറക്കാൻ അല്ലേ? ഇനി മെയിൻ ഖജനാവിലേക്കുള്ള വാതിൽ തുറക്കണം. അതിൻ്റെ മുന്നേ ഉള്ള കോപ്രായ കളികളായി കാണുന്നത്. ഐറ്റംസൊക്കെ വാരപ്പെറുക്കി ഞാൻ എല്ലാത്തോട് കയറി. ഞാൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സാധനം പൊട്ടിക്കുന്നു, ഓരോ ഉണർത്തുന്നു, മഞ്ഞ് മനുഷ്യനാക്കുന്നു, ആ വലിയ കേക്ക് മുറിക്കുന്നു. വലിയ കേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല എത്രത്തോളം വലിപ്പം ഉണ്ടാവും. അതെ ഗൈസ്, അത്ര വലിപ്പമൊന്നുമില്ല എന്നൊക്കെ ആയിരുന്നെങ്കിലും കുറച്ച് സമയത്തേക്ക് അവിടെയും പാളിപ്പോയി. അങ്ങനെ പുറത്തുനിന്നുള്ള പ്രാക്ടീസൊക്കെ കഴിഞ്ഞ അവസാനം വാതിൽ തുറന്ന് ഗൈസ്, വാതിൽ തുറന്ന് പിന്നെ പൊട്ടലൊന്നും നോക്കിയില്ല. അറിഞ്ഞും പുറഞ്ഞും പൊട്ടിക്കലും പെരക്കലൊക്കെ ആയി. പിന്നെ കുറേ സമയത്ത് അക്രമം തന്നെയായിരുന്നു ഗൈസ്. ഈശ്വര, ജനിക്കുണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ആ കേക്കൊക്കെ മുറിച്ച് സന്തോഷ ജന്മദിനം കുട്ടിക്ക് പാട്ടൊക്കെ പാടി മൂപ്പരങ്ങ് സന്തോഷിപ്പിച്ച്. ഇതിലും വലിയ സന്തോഷം ഇനി സ്വപ്നങ്ങളിൽ മാത്രം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പകയുടെ കണ്ണുകളാണ്. ഇതിലും വലിയ എന്തോ വരാനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സാരമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളോട് തന്നെ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ല, ഇനി ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങുകൾ ബാക്കിയുണ്ട്. അങ്ങനെ ഭാര്യ ഭർത്താവിന് ഗിഫ്റ്റൊക്കെ കൊടുത്തതൊക്കെ കണ്ട് സന്തോഷത്തിലിരിക്കുക. ഇതാ വരുന്നു 8ൻ്റെ പണി. എന്താണെന്നല്ലേ, ഇതൊക്കെ അടിച്ചു വാരിയിട്ട് പോയാൽ മതിയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അറിഞ്ഞും പറഞ്ഞ് അടിക്കലും തുടയ്ക്കലും വൃത്തിയാക്കലും അടിക്കുമ്പോൾ എല്ലാം നടന്നു. 8ൻ്റെ പണി അങ്ങോട്ട് എടുത്തപ്പോൾ 16ൻ്റെ പണി ഇങ്ങോട്ടിടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ ഞങ്ങൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ നേരെ പോയത് ടെറസിൻ്റെ മുകളിൽ. സമയമെല്ലാം കൂടെ 1 മണിയായി. പിന്നെ പായസം കൊണ്ടുവരുന്നു, വിളമ്പുന്നു, എല്ലാവരും കുടിക്കുന്നു, കഥ പറയുന്നു, ചിരിക്കുന്നു. അങ്ങനെ സമയം പോയി. അവസാനം 2 മണിയായി ഗൈസ്. സമയം എത്ര അങ്ങോട്ട് പോയാലും കഥ പറച്ചിൽ തുടങ്ങിയ പിന്നെ നിർത്താൻ വളരെ ബുദ്ധിമുട്ടല്ലേ. എങ്കിപ്പോൾ ഞങ്ങൾ മാക്സിമം അത് ചുരുക്കി പറഞ്ഞ് തീർത്തു. അങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി അവസാനിച്ചിരിക്കുന്നു ഗൈസ്, അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.